السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى. صدق الله مولانا العلي العظيم. മാസം പത്തോളം ചുമന്നുള്ളൊരുമ്മ മാടി വീളിച്ചാലിയോതി തന്നുമ്മ. വാനവും ഭൂമിയും ക്ഷമ പേറും ഉമ്മ. മൗത്തുവരെ എന്നെ ഓർത്തെൻ്റെ ഉമ്മ. മറന്നിട്ടകന്നിട്ടേ വീടെ പോയാലും കരളിലുണ്ടുമ്മ. ദുആ കൊണ്ട് തുടരുമെൻ്റുമ്മ. മാനേ തേനേ എന്നുള്ള വിളിയിലെ സ്നേഹം മറക്കുന്നതെങ്ങനാ. താലോലപ്പാട്ടുണ്ടു ഞാൻ ഉറങ്ങിയ രാവുകളേറെയും ഓർമ്മയായി. കൂട്ടിനീണ വന്നപ്പോൾ പെറ്റുമായി പെരുവഴി കാട്ടിയ കൈതാ. പെണ്ണതിന്മേനിയിലും അവളുടെ വാക്കിലും നമ്പി ഞാൻ നിന്നിതാ. വേദനയും യാതനയും കൊണ്ടുമ്മ പിന്നെ നാടായ നാടൊക്കെ കൊണ്ടുമ്മ പോയി. മഹിതമാം ഓർമ്മ നനഞ്ഞന്നു പിന്നെ. സുഖലോക സ്വർഗത്തിൽ നീരാടി ഞാനേ. പിരിഞ്ഞതെങ്കിലും മനസ്സ് കൊണ്ടെന്നിൽ ദുആയിരന്നില്ലേ.
ആ കൈകൾ കരഞ്ഞു തേടിയിലേ. റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന സിദ്റത്തുൽ മുൻതഹ എന്ന പ്രാർത്ഥനാ മജ്‌ലിസിലെ കുടുംബാംഗങ്ങളെയൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. തത്സമയം കണ്ടുകൊണ്ട് ദുആ വസിയത്ത് അറിയിച്ച ഹലീം എന്ന സഹോദരി, സലാം കൊണ്ട് സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്ന റഫീഖ് എന്ന സഹോദരൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. തൻസിലിൻ്റെ കുടുംബാംഗങ്ങൾ സിദ്ദീഖ് അല്ലാഹു സ്വീകരിക്കട്ടെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു തആല ഹലീം എന്ന സഹോദരിയെ സ്വീകരിക്കുമാറാകട്ടെ. നിപ്പ എന്ന വൈറസ് വീണ്ടും ഉദയം ചെയ്യുന്നു എന്ന വാർത്തയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി അറിയിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ വൈറസുകളിൽ നിന്ന് അല്ലാഹു നമ്മെ, നമ്മുടെ കുടുംബത്തെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സിദ്റത്തുൽ മുൻതഹ എന്ന പ്രാർത്ഥനാ മജ്‌ലിസിലെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ മക്കൾ, കുടുംബത്തിലുള്ള എല്ലാവർക്കും അല്ലാഹു തആല അവൻ്റെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നാളെ എക്സാമിൻ്റെ റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർ, അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഗ്രഹങ്ങൾ പോലെ അല്ലാഹു തആല പരിപൂർണമായി അവരുടെ മനസ്സ് കൊതിക്കുന്നത് പോലെയുള്ള വിജയം, സന്തോഷവും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശൈല എന്ന സഹോദരി അല്ലാഹു സ്വീകരിക്കട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാൻ, ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ മുത്തഖീങ്ങളിൽപ്പെട്ട് മരിക്കാൻ ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ശൈല എന്ന സഹോദരി നാഥൻ സ്വീകരിക്കട്ടെ. അവർക്കും നമുക്കും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പുഞ്ചിരിച്ച് സ്വർഗം കൺമുമ്പിൽ കണ്ട് മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഫീഖ് എന്ന സഹോദരൻ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഷരീഫ് എന്ന സഹോദരി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു ഖൈറുൻ നിസ എന്ന സഹോദരി നാഥൻ സ്വീകരിക്കാൻ അവരുടെ കുടുംബങ്ങൾ അല്ലാഹു അവൻ്റെ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അല്ലാഹു തആല തൻസിലിൻ്റെ കുടുംബം അല്ലാഹു സ്വീകരിക്കട്ടെ. സീനത്ത് അലി എന്ന മാതാവ് അല്ലാഹു തആല ആ കുടുംബത്തിലൊക്കെ അവൻ്റെ ഐശ്വര്യവും അവൻ്റെ കാവലും അല്ലാഹു ഏർപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഫ്രീദ് എന്ന സഹോദരൻ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഞാൻ ഓർമ്മപ്പെടുത്തി തരുന്ന നമ്മുടേതായ കണ്ടന്റുകൾ നിങ്ങൾ കണ്ടു കാണുക. അള്ളാഹുവിൻ്റെ കാവൽ എന്ന ഒരു ശീർഷകത്തിലാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്, ഇന്നത്തെ ദിവസമെന്ന് പറയുമ്പോൾ വളരെയേറെ പ്രത്യേകതകളുണ്ട്. കാരണം നാം ഒരു ന്യൂ ഇയറിനെ സ്വീകരിച്ചു. മുഹറം മാസം അത് കടന്നുപോയി. സഫർ എന്ന് പറയുന്ന അടുത്ത മാസം, ആ മാസത്തിലാണ് ഞാൻ നിങ്ങൾ നിലകൊള്ളുന്നത്. അടുത്തത് 3-4 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരുന്നത് ലോകത്തെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉൽ അവ്വലിലേക്ക് നാം കടക്കാൻ പോവുകയാണ്. അതിന് ഏതാണ്ട് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എൻ്റെ പ്രിയമുള്ള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് നാം നിലകൊള്ളുന്ന ഈ ഒരു മാസം അത് സഫർ മാസമാണ്. ഈ സഫർ മാസത്തിൽ നാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും നാം പഠിച്ചു വെക്കേണ്ടതുണ്ട്. സഫറിന്റെ അവസാനത്തെ ബുധൻ മഹാന്മാര് രേഖപ്പെടുത്തുന്നതായി കാണാം. സഫർ മാസത്തിന്റെ അവസാനത്തെ നിമിഷങ്ങൾ, അവസാനത്തെ ബുധൻ, ആ മാസത്തിന്റെ അവസാനം വരുന്ന ബുധൻ അത് നെഹ്സാണ്. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആപത്തുകളും അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കുന്നുണ്ട്. പല ദുരന്തങ്ങളും ഈ ഭൂമി കാണേണ്ടി വരും. പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകും സഫർ മാസത്തിന്റെ അവസാന ബുധനാഴ്ച. പല ആപത്തുകളും മുസീബത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുമ്പോൾ ആ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടൽ, നമുക്ക് റബ്ബിലേക്ക് കൈകൾ ഉയർത്തൽ, അല്ലാഹുവിലേക്ക് ദുആ ചെയ്യൽ എന്നതും മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഫറിന്റെ അവസാനത്തെ ബുധൻ, ആ ബുധനെ നാം സൂക്ഷിക്കണം, ദുആ കൊണ്ട് നിത്യമാക്കണം. ആ ദുആ കൊണ്ട് വേണം അല്ലാഹുവിന്റെ അദാബുകളെ നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകേണ്ടത്. ആ അവസാനത്തെ സഫറിന്റെ അവസാനത്തെ ബുധൻ എന്ന് പറയുന്നത് നാളെയാണ്. ഇത് സഫർ മാസമാണ്. ഈ മാസം തീരാൻ പോവുകയാണ്. അവസാനത്തെ ബുധനാകുന്നത് നാളെ എന്ന ഒരു ദിവസമാണ്. നാളെയാണ് ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാണ്ട് 100 കണക്കിന് ആപത്തുകൾ, മുസീബത്തുകൾ ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിക്കാൻ പോകുന്നു. അല്ലാഹു ആ ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അദാബുകളിൽ നിന്ന് നമ്മെ കാക്കട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഈ ഇറക്കപ്പെടുന്ന
ഇറക്കപ്പെടുന്ന, ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്ന ദുരന്തങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. സഹോദരിമാരെ കാക്കുമാറാകട്ടെ. അവരുടെ മക്കളെ, ഭർത്താക്കന്മാരെ, മാതാപിതാക്കളെ, കുടുംബത്തിലുള്ള എല്ലാവരെയും അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അലിയാരെന്ന ഷിയാസ് എന്ന സഹോദരൻ്റെ പിതാവടക്കം അവരുടെ കുടുംബത്തിലൊക്കെ അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ അദാബുകളിൽ നിന്ന് എന്നെയും നിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാളത്തെ ദിവസം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സൂക്ഷിക്കേണ്ടുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആപത്തുകൾ, അവൻ്റെ അദാബുകളൊക്കെ ഇറക്കാൻ സാധ്യതകളുള്ള ഒരു ദിവസം കൂടിയാണ് നാളെ. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി മഹാന്മാരെ രേഖപ്പെടുത്തി തരുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ ദിക്റുകളിലൂടെ നിത്യമാക്കണം. ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിത്യമാക്കിയിട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യും പല സാഹചര്യങ്ങളിലും. അതുപോലെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്നത്തെ ഈ ഒരു രാത്രി, ഈ ഒരു രാവ്, നാളെ ബുധനാണ്, അവസാന സഫറിൻ്റെ അവസാന ബുധനാണ്. ഈ ബുധനിൽ നമുക്കും ഒരു രക്ഷയുടെ കവചം ഒരുക്കണം. അള്ളാഹുവിൻ്റെ കാവൽ കിട്ടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാവലിലാക്കി നമ്മെ, നമ്മുടെ മക്കളെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരുടെ മക്കളെ, മാതാപിതാക്കളെ എല്ലാവരെയും അള്ളാഹു അവൻ്റെ കാവലിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആയോടുകൂടി 7 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിത്യമാക്കണം. 7 കാര്യങ്ങൾ അത് രക്ഷയുടെ ആയത്തുകളാണ്. രക്ഷയുമായി ബന്ധപ്പെട്ട 7 കാര്യങ്ങൾ അത് പാരായണം ചെയ്യണം. അത് കഴിയുമെങ്കിൽ എൻ്റെ പ്രിയമുള്ള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാർ ശ്രദ്ധിച്ചു കേൾക്കുക. കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അത് മായ്ച്ച് കുടിക്കാൻ കഴിയണം. അത് കുടിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു കാവലാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോട് ഞാൻ അതിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല, ആ അദാബുകളിൽ നിന്ന് രക്ഷപ്പെടാൻ 7 കാര്യങ്ങൾ ആവർത്തിച്ച് ഓതുക. അതല്ലെങ്കിൽ ആ 7 കാര്യങ്ങൾ ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അത് മായ്ച്ചു കുടിക്കുക. ശേഷം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയഭാഗം സൂറത്ത് യാസീൻ, ആ സൂറത്ത് യാസീൻ പാരായണം ചെയ്യപ്പെടണം. എന്നിട്ട് ആ സൂറത്ത് യാസീനിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്ന നാം എല്ലാ ദിവസവും ഓതുന്ന സലാമും ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് വരുമ്പോൾ ഏതാണ്ട് 313ഓളം പ്രാവശ്യം ആ ആയത്തിനെ ആവർത്തിച്ച് ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു ഒരു സബബാക്കി നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ഒരു കാരണമാക്കി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സൂറത്ത് യാസീന്റെ സലാമും ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആ ഒരു ആയത്ത് 313 പ്രാവശ്യം പതിവാക്കണം. ശേഷം നമുക്ക് ദുആ ചെയ്യണം. ആ ദുആ സ്വലാത്ത് നമ്മ മൗലൂദൊക്കെ ഓതുന്ന സമയത്ത്, മങ്കൂസ് മൗലൂദ് ഓതപ്പെടുന്ന സമയത്ത് അതിൻ്റെ അവസാന ഭാഗത്തുള്ള ഒരു ദുആ ഉണ്ട്. സ്വലാത്തുൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് എന്ന ഹബീബായ മുത്ത് റസൂലിൻ്റെ മൗലൂദ് പാരായണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നാം ഓതുന്ന ദുആ ചെയ്യുന്ന ദുആ, അത് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലോകത്തിൻ്റെ പല കോണിലും മനുഷ്യന്മാർ വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട ഹരീമ എന്ന സഹോദരി മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് അറിയിച്ചതാണ്, നിപ്പ എന്ന വൈറസിൻ്റെ നടുവിലാണ് ലോകം. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമോ? കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ജീവിത സാഹചര്യങ്ങളെയും വേട്ടയാടിയിരുന്ന കോവിഡിന്റെ മഹാമാരി പലരുടെയും ജീവിതങ്ങൾ താറുമാറായി. പല കോടീശ്വരന്മാരും ഒരു ജാൻ കയറിൽ ജീവനൊടുക്കിയ കോവിഡിന്റെ മഹാമാരി. പല ബിസിനസ് സാമ്രാജ്യങ്ങളും തകർന്ന് തരിപ്പണമായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കപ്പെട്ടപ്പോൾ ഒരു ജാൻ കയറിൽ ജീവനൊടുക്കിയ എത്രയെത്ര ബിസിനസ്സുകാർ. അതുകൊണ്ട് നിപ്പ എന്ന വൈറസ് കോഴിക്കോടിന്റെ മണ്ണിലേക്ക് ഉദയം ചെയ്ത് 2 ആളുകൾ ഇന്ന് മരണത്തിന് കീഴടങ്ങി എന്ന വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകം വല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ എന്തുകൊണ്ടും റബ്ബിലേക്ക് കാവൽ തേടൽ നമ്മുടെ ഒരു ബാധ്യതയാണ്. നാം ചെയ്യേണ്ടുന്ന ഒരു മർമ്മപ്രധാനമായ ഒരു വിഷയമാണ്. അള്ളാഹുവിലേക്ക് നമ്മുടെ വിഷയങ്ങൾ വരമേൽപ്പിക്കുക, റബ്ബിലേക്ക് തവക്കുല് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മയൊക്കെ അവൻ്റെ കാവലിലാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം മുഴുവനും കാത്തിരിക്കുകയാണ്, എവിടെയാണ് രക്ഷ എന്ന് പറഞ്ഞ്.
നിപ്പ എന്ന വൈറസിനെ ലോകം കാത്തിരിക്കുമ്പോൾ നിപ്പ എന്ന വൈറസിൻ്റെതായ ആ ഒരു വരവിൽ ലോകമല്ലാതെ ഭയപ്പാടിന്റെ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരുടെ മരണത്തിന് സാക്ഷിയായി എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ലോകം ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ദുരന്തങ്ങളിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സത്യം നഷ്ടപ്പെട്ട അസത്യത്തിലേക്ക് ലോകം സഞ്ചരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിലേക്ക് ഇസ്ലാമിക സമൂഹത്തിന് കൊണ്ടുവന്നെങ്കിൽ, അസത്യത്തിനെ തുടച്ചു മാറ്റിയിട്ട് സത്യത്തിലേക്ക് ലോകത്തെ നയിച്ചു എങ്കിൽ, ആ പ്രവാചകന്റെ ദൗത്യം ഇന്ന് മാറി മറിയുകയാണ്. ഇന്നത്തെ കാലഘട്ടം ആ പ്രവാചകൻ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവന്ന ഒരു അന്തരീക്ഷം മാറുകയാണെന്ന് അസത്യത്തിലേക്ക് ലോകം സഞ്ചരിക്കുകയാണ്. സത്യത്തിന് വിലയില്ലാത്ത ഒരു സാഹചര്യം നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് റബ്ബിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത മാർഗങ്ങളെയും റബ്ബിലേക്ക് കാവലേർപ്പെടുത്തി അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെതായ അദാബുകളെ എങ്ങനെയാണെന്ന് അള്ളാഹുവിന്റെ അദാബുകളിൽ നിന്ന് എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക എന്ന് മാനവകുലം മുഴുവനും വല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ മാനസികമായ പരിഭ്രാന്തിയുടെ നടുവിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് രക്ഷ? മത്താ നസ്റുല്ലാഹ്, എവിടെ നിന്നാണ് സഹായം വരിക? ആരാണിന് സഹായിക്കുക? ആരാണിന് സഹായത്തിന്റെ കരങ്ങൾ നമ്മിലേക്ക് നീട്ടുക എന്ന് ലോകം മുഴുവനും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് മത്താ നസ്റുല്ലാഹ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തുൽ കിറാം പരിഭ്രാന്തിയുടെ നടുവിൽ നിൽക്കുമ്പോഴും യാതനയും കഷ്ടപ്പാടുകളും സഹിക്കുമ്പോഴും ശത്രുക്കളുടേതായ ഉപദ്രവങ്ങൾ കടന്നു വരുമ്പോഴും മാറാരോഗങ്ങളുടെയും പരിഭ്രാന്തിയുടെയും പട്ടിണിയുടെയും വല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെ ജീവിതം കടന്നുപോയപ്പോ, ഓ നബിയെ മത്താ നസ്റുല്ലാഹ്, മത്താ നസ്റുല്ലാഹ്, ഇവിടെ നിന്നാണ് നബിയെ സഹായം കടന്നു വരിക? അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച ചോദ്യം ഇന്നും നമ്മുടെ മുമ്പിൽ ഒരു ആവർത്തിക്കപ്പെടുമ്പോ, അള്ളാഹുവിന്റെ തിരുദൂതരെ, എവിടെയാണ് നബിയെ മത്താ നസ്റുല്ലാഹ്, മത്താ നസ്റുല്ലാഹ്, മത്താ നസ്റുല്ലാഹ് യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ സഹായിക്കാൻ ഈ ലോകത്തേക്ക് കടന്നു വരിക? എവിടെ നിന്നാണ് ഇനി സഹായം വരിക? ഫലസ്തീനിന്റെ മണലാരുണ്യത്തിൽ അടിച്ചമർത്തപ്പെടുന്ന നമ്മുടെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഓർത്തിട്ട് പറയാനുള്ള ചോദ്യമേതാ? ആ സഹോദരങ്ങളെയും ഓർക്കുമ്പോഴും നാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരും റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മത്താ നസ്റുല്ലാഹ്, എവിടെയാണ് സഹായം? എവിടെ നിന്നാണ് സഹായം? എപ്പോഴാണ് സഹായം വരിക? അടിച്ചമർത്തപ്പെടുന്ന ഇറാഖിന്റെ തെരുവുകളിൽ ഫലസ്തീനിന്റെ മണലാരുണ്യങ്ങളിൽ പിടഞ്ഞു വീഴുന്ന ശരീരങ്ങളെ അക്രമികൾ ആക്രമിക്കപ്പെടുമ്പോഴും നമ്മുടെ പാവപ്പെട്ട മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ അവിടെ മക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പീരിങ്കയുടെ നടുവിൽ കിടന്ന് പിടയുമ്പോഴും ഒരു നിമിഷത്തെ ഒരു സെക്കൻഡ് ജീവിതം ഒന്ന് കിട്ടാൻ വേണ്ടി അവർ വല്ലാതെ വെപ്രാളപ്പെടുമ്പോഴും അവർ വേദനിക്കുകയാണ്. ആ സമയത്തും അവർ പറയുന്ന വാക്കേതാണ്, മത്താ നസ്റുല്ലാഹ്. അക്രമികളായ ഭരണാധികാരികൾ അവരെ തകർന്ന് തരിപ്പണമാക്കാൻ വേണ്ടി നോക്കുമ്പോ അവരുടേതായ തോക്കും കുഴലിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഉണ്ടകൾ അവിടെ നെഞ്ചിലേക്ക് തറയ്ക്കപ്പെടുമ്പോൾ അവര് പറയുന്ന വാക്കാണ്, മത്താ നസ്റുല്ലാഹ്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഇന്ന് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നാലും ഇന്ത്യ എന്ന രാജ്യത്തിന് നമുക്കൊരു സേഫ്റ്റി ഉണ്ട്. ഇന്ത്യ എന്ന രാജ്യം ഇപ്പോൾ സുരക്ഷിതത്തിന് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. എന്റെയും നിങ്ങളുടെ ഈ ശരീരത്തിൽ ഒരു പോറൽ വരാത്ത രീതിയിലല്ലയോ ഇന്ത്യയുടേതായ അതിർത്തികളിൽ കിടന്ന് പാവപ്പെട്ട നമ്മുടെ പട്ടാള ഉദ്യോഗസ്ഥർ കടന്ന് വല്ലാതെ പരിശ്രമിക്കുന്നത്? എനിക്കും ഒരു പ്രിയപ്പെട്ട പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ആർമി ഉദ്യോഗസ്ഥനുമായി ഞാൻ വളരെ സന്തോഷത്തോടുകൂടി വല്ലാത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവർ പറയുന്ന എത്രയെത്ര യാതനയുടെയും കഷ്ടപ്പാടിന്റെയും കഥകളുണ്ടെന്നറിയുമോ? നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയുടെ അതിർത്തി വരമ്പുകളിൽ കിടന്ന് സ്വന്തം മക്കളെ വിട്ടിട്ട്, സ്വന്തം കുടുംബത്തെ വിട്ടിട്ട്, സ്വന്തം കുടുംബത്തെ ദൂരേക്ക് മാറ്റി വെച്ചിട്ട് അവരുടെ ജീവൻ കൊടുത്തിട്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി അവർ ജീവിതം മാറ്റിവെക്കപ്പെടുമ്പോ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ പല രാജ്യങ്ങളെയും നമ്മളൊന്ന് പഠിച്ചു നോക്കണം, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. പത്രത്തിൻ്റെതായ പിന്നാമ്പുറങ്ങളിൽ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഫലസ്തീനിന്റെ മണ്ണിൽ നടക്കുന്ന എത്ര യാതനയുള്ള, എത്ര മനസ്സിനെ വേദനിപ്പിക്കുന്ന, മുറിവുപെടുത്തുന്ന എത്ര കഥകളാ. അവർ വേദനിക്കുന്ന ഹൃദയത്തോട്
സഹായത്തോട് റബ്ബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം വരിക എന്ന് അവർ ചോദിക്കുകയാ. നിപ്പ എന്ന വൈറസിൽ നിന്ന് നമ്മുടെ മനസ്സിന് മനസ്സാക്ഷിയെ വേട്ടയാടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളും ചോദിക്കുകയാണ് മത്താ നസ്റുല്ലാഹ്, ഇവിടെ നിന്നാണ് അല്ലാഹുവേ സഹായം വരിക റബ്ബേ? മാനസികമായ പരിഭ്രാന്തിയിൽ, ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ, കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങൾ എല്ലാം അല്ലാത്ത പരിഭ്രാന്തിയുടെയും വേദനയുടെയും നൊമ്പരപ്പെടുത്തുന്ന ദുഃഖത്തിന്റെ സാന്ദ്രമായ അന്തരീക്ഷങ്ങളിലൂടെ പോകുമ്പോ ആ സമയത്ത് നമുക്കും ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം വരിക? നമ്മൾ ചിന്തിച്ചു നോക്കണം. വല്ലാത്ത പരിഭ്രാന്തിയിലായിട്ട് ലോകം നീങ്ങാൻ പോവുകയാണ്. ഇനി ലോകം പോകുന്നത് നാം കണ്ടിട്ടില്ലാത്ത വലിയ പരീക്ഷണങ്ങളിലേക്ക് ലോകം നീങ്ങാൻ പോവുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു തആല മുജീബുർ റഹ്മാൻ, അല്ലാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് വേണ്ടിയാണ് എപ്പോഴും ദുആ ചെയ്യണത്. അല്ലാഹു ഖബറടം വിശാലമാക്കി കൊടുക്കട്ടെ, അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എപ്പോഴാണ് റബ്ബിന്റെ സഹായം നമ്മിലേക്ക് വരിക? ആ സഹായത്തിന് വേണം നാം കാത്തിരിക്കാൻ. ആ സഹായത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും നമുക്ക് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ ഒരാൾ ഇൻഷാ അല്ലാഹ് ഒരു 10 പേരുടെ അടുക്കലേക്കെങ്കിലും നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് എത്തിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഹലീം എന്ന സഹോദരി, മുജീബുർ റഹ്മാൻ, അദ്ദേഹം അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസിൻ്റെ അഡ്മിനാണ്. അദ്ദേഹം ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ മജ്ലിസ് എത്തിച്ചു കൊടുക്കുന്നു. ഖൈറുന്നിസ എന്ന സഹോദരി, സീനത്ത് അലി എന്ന മാതാവ്, ജസ്ന എന്ന സഹോദരി, കഴിയുന്നവരൊക്കെ സ്റ്റാറ്റസിലൂടെ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 10 പേരുടെ അടുക്കലേക്ക് നമ്മുടെ മജ്ലിസിന് എത്തിച്ചുകൂടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ദുആയിൽ അവരും പങ്കെടുക്കട്ടെ, അവരും നമ്മോടൊപ്പം ചൊല്ലട്ടെ. നാളെ ഈ ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്ന ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും അവരെയും ഒക്കെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മത്താ നസ്റുല്ലാഹ്, എവിടെയാണ് അള്ളാഹുവിൻ്റെ സഹായം വരിക? അള്ളാഹുവിന്റെ സഹായം വേണമെങ്കിൽ എങ്ങോട്ട് മടങ്ങണമെന്നറിയുമോ? റബ്ബിലേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല്, ആ പ്രവാചകനോടും ഒന്ന് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, നബി എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം വരുന്നത് യാ റസൂലല്ലാഹ്? പ്രവാചകൻ വല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ നിന്ന സാഹചര്യങ്ങളുണ്ട്. പ്രവാചകന്റെ അടുക്കലേക്ക് ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയ സാഹചര്യമുണ്ട്. പ്രവാചകന് വഹി വരാതെ വല്ലാതെ വിഷമിച്ച സാഹചര്യം. അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള 2 വഴികളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ വഴി? 1, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ആളുകൾ പരിഹാസവുമായി കടന്നു വരികയാണ്, ലോകത്തിന്റെ മുത്തിന്റെ അടുക്കലേക്ക്. ആ സമയത്ത് വേദനിക്കുന്ന മനസ്സുമായി ഹബീബായ പ്രവാചകൻ എങ്ങ് ഇരിക്കുകയാ. അള്ളാഹിന്റെ വഹി വരുന്നില്ല. ഇന്നലെ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ആ ഭാഗത്ത് നിന്ന് ഞാൻ അല്പം തുടങ്ങുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ജിബ്രീൽ വരുന്നില്ല, സന്ദേശം വരുന്നില്ല. തന്റെ കൂട്ടുകാരനായ മെസഞ്ചറായ ജിബ്രീലിന്റെ വരവ് നിലയ്ക്കുകയാണ്. ഏതാണ്ട് മാസങ്ങളോളം ജിബ്രീലിനെ കാണുന്നില്ല. ആളുകൾ പരിഹാസത്തിന്റെ കൂരമ്പുകൾ ഏൽക്കുകയാ. പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് ആളുകളുടെ പരിഹാസം വന്ന് തറയ്ക്കുകയാണ്. ആ സമയത്ത് അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക്, അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ജിബ്രീൽ വരികയാ. നാളുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ജിബ്രീൽ വരികയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് നാളുകൾക്ക് ശേഷം ജിബ്രീൽ വരുമ്പോ മുത്ത് റസൂലിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. അന്തരീക്ഷം മുഖരിതമാവുകയാണ്. ജിബ്രീലിന്റെ വരവിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. ആ പ്രവാചകന്റെ അടുക്കലേക്ക് മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ നസല ബിഹി റൂഹുൽ അമീൻ മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നിട്ട് പറയുകയാണ്, നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വദ്ദുഹാ, ദുഹാ സമയത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ
മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയെ ഭയപ്പെടേണ്ട നബിയെ, പരിഭ്രാന്തി വേണ്ട നബിയെ, സങ്കടം വേണ്ട നബിയെ. അങ്ങയുടെ സങ്കടക്കടലുകൾ നീക്കാനാണ് ജിബ്രീലിനെ ഞാൻ വിട്ടത് നബിയെ. ജിബ്രീൽ വന്നിട്ട് പറയുകയാണ് നബിയെ, വദ്ദുഹാ സമയത്ത് തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ അള്ളാഹുവിന്റെ സഹായം വരും. എപ്പോഴാണ് റബ്ബിന്റെ സഹായം വരികയെന്ന് ഞാനും നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ അള്ളാഹിന്റെ സഹായം നമ്മിലേക്ക് വരണോ, അവന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ, രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ നിത്യമാക്കിക്കൊള്ളണേ. ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? ഓ നബിയേ, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അങ്ങയുടെ റബ്ബ് അങ്ങയെ കൈവിട്ടിട്ടില്ല നബിയെ, അങ്ങയുടെ റബ്ബ് അങ്ങയെ കൈവിട്ടിട്ടില്ല നബിയെ, അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയെ, അങ്ങയോട് അല്ലാഹു പിണങ്ങിയിട്ടില്ല യാ റസൂലല്ലാഹ്. സൂറത്തുൽ ദുഹാ അവതരിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് സഹായവുമായി കടന്നു വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ദുഹാ ഇറങ്ങി. അത് രണ്ട് കാര്യം. വദ്ദുഹാ, ഒന്നെന്ത് ചെയ്യുക, അള്ളാഹിന്റെ സഹായം വേണമെങ്കിൽ ദുഹാ നിസ്കാരത്തെ നിത്യമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ അറിയിച്ച ദുഹാ നിസ്കാരം അത് നിത്യമാക്കുക. അള്ളാഹുവിന്റെ സഹായം വരും. അപ്പോൾ ഒന്ന് അള്ളാഹു പറഞ്ഞത് വദ്ദുഹാ, ദുഹാ സമയത്തെ തന്നെയാണ് സത്യം, പകലിനെയാണ് ഓർമ്മപ്പെടുത്തി തന്നത്. രണ്ട് വല്ലൈലി, രാത്രിയെ തന്നെയാണ് സത്യം. വദ്ദുഹാ വല്ലൈലി, രാത്രിയെ തന്നെയാണ് സത്യം. ഒന്ന് പകലിനെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ആ സൂറത്തിൽ. രണ്ട് രാത്രി, വല്ലൈലി ഇദാ. അള്ളാഹു രാത്രിയെ ഓർമ്മപ്പെടുത്തുക. രാത്രി ചെയ്യേണ്ട ഡ്യൂട്ടി എന്താ? തഹജ്ജുദ് നിസ്കാരം. പകല് ദുഹാ, രാത്രി തഹജ്ജുദ്. ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അള്ളാഹു നമ്മയും കൈവിടില്ല സഹോദരാ സഹോദരി. ഇത് മുത്തിനോട് ജിബ്രീൽ ഓതി കൊടുത്ത വിശുദ്ധ ഖുർആനിലെ സൂറത്താണിത്. ഹബീബ തങ്ങളുടെ അടുക്കലേക്ക് ആശ്വാസത്തിന്റെ വചനവുമായി കടന്നു വന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ചിന്തിച്ചു നോക്കി. അല്ലാഹു തആല നിത്യമാക്കാൻ, പഠിക്കാൻ, കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. സഹായം എത്തും അല്ലാഹുവിന്റെ. അതുകൊണ്ട് മത്താ നസ്റുള്ള, എപ്പോഴാണ് റബ്ബിന്റെ സഹായം വരിക എന്ന് നാം ചോദിച്ച് കാത്തിരിക്കുമ്പോഴും അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. അള്ളാഹു ഹലീം എന്ന സഹോദരി ഷെയർ ചെയ്ത് എത്തിച്ചിട്ടുണ്ടെന്നാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു അവർ ഷെയർ ചെയ്ത ആ ഒരു നന്മയെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അതിന്റെ പ്രതിഫലം ആരെങ്കിലും ഒരാളെങ്കിലും അതിലൂടെ നമ്മുടെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്ന ആമീൻ പറയുന്നെങ്കിൽ അള്ളാഹു തആല അതിന്റെ പ്രതിഫലം ഹലീം എന്ന സഹോദരിക്കൊക്കെ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും ഏർപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ അമീൻ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഇന്നലെ എത്താൻ കഴിയുന്ന സാഹചര്യങ്ങളും കൊണ്ടാണ് എത്താത്തതെന്ന് അമീൻ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ കബറിടം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അമീൻ്റെ കബറിടം, അമീൻ്റെ സഹോദരിയുടെ കബറിടം അള്ളാഹു വെളിച്ചമാക്കട്ടെ. അള്ളാഹു നമ്മുടെയും കബറിടം അള്ളാഹു സ്വർഗ്ഗപൂന്തോപ്പാക്കി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അദാബുകൾ ഇറങ്ങുന്ന ഒരു ദിവസമാണ്. അൽ അമീൻ ചൊല്ലി 1500 വരുന്ന സ്വലാത്തുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. സാഹുൽ അമീദ് എന്ന പിതാവ് ചൊല്ലി 10,000 വരുന്ന വ്യത്യസ്തമായ ദിക്റുകൾ അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അത് സ്വീകരിച്ചുകൊണ്ട് അവിടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. ദുഃഖങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. ജീവിതത്തിൽ അള്ളാഹു ഖൈർ നൽകട്ടെ. ശരീരത്തിന് ആഫിയത്തും ആരോഗ്യം നൽകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഓർമ്മപ്പെടുത്തി, ആദ്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയതുപോലെ നാളെ ബുധനാഴ്ചയാണ്. സഫറിന്റെ അവസാനത്തെ ദിവസം, അവസാനത്തെ ബുധനാണ്. അപ്പോൾ അള്ളാഹുവിന്റെ അദാബുകൾ നൂറുകണക്കിന് അദാബുകൾ ഈ ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുമെന്നാണ്. അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മെ രക്ഷപ്പെടുത്താൻ പണ്ഡിതന്മാരും നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നതാണ്. 7 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ആവർത്തിച്ച് ഓതാനുള്ളതാണ്. നമുക്ക് നിത്യമാക്കി ഓതുമ്പോൾ അള്ളാഹു താല നമ്മിൽ നിന്ന് അത് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു താല പരിപൂർണമായി നാം അത് ഓതുന്ന സമയത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അതിൻ്റെ പോരിശ കൊണ്ട് എല്ലാ അദാബുകളിൽ നിന്ന് അള്ളാഹു താല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നാളത്തെ ദിവസം അദാബുകൾ പല രീതിയിലാണ് കടന്നു വരുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇൻഷാ അല്ലാഹ് 7 കാര്യങ്ങൾ ഓതണം. ഞാൻ ഓർമ്മപ്പെടുത്തി
ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇനി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇതാണ് ഒന്നാമത് റബ്ബിനോട് നാം കാവൽ തേടേണ്ടത്. എന്താണെന്ന്? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സൂറത്ത് യാസീനിലെ ആയത്താണ്. രണ്ടാമത് സലാമുൻ അലാ നൂഹ്. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. ശ്രദ്ധിക്കണേ, സലാമുൻ അലാ നൂഹ് ഫിൽ ആലമീൻ. സലാമുൻ അലാ നൂഹ് ഫിൽ ആലമീൻ. ഇതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ ഇൻഷാല്ലാഹ് പറഞ്ഞുതരാം. മൂന്നാമത് സലാമുൻ അലാ ഇബ്രാഹിം. സലാമുൻ അലാ ഇബ്രാഹിം. ശ്രദ്ധിക്കണം, ഇത് അഡ്മിൻ പാനലുകൾ കഴിയുമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. മൂന്നാമത് സലാമുൻ അലാ ഇബ്രാഹിം. സലാമുൻ അലാ ഇബ്രാഹിം. നാലാമത് സലാമുൻ അലാ മൂസ വഹാറൂൻ. സലാമുൻ അലാ മൂസ വഹാറൂൻ. സലാമുൻ അലാ മൂസ വഹാറൂൻ. അഞ്ചാമത് സലാമുൻ അലാ ഇല്യാസീൻ. സലാമുൻ അലാ ഇല്യാസീൻ. ഏഴാമത് സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ഇത് ഓതണം. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു പ്ലേറ്റിൽ എഴുതണം. ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. ഒരു പ്ലേറ്റ്, അതായത് ചിത്രങ്ങൾ പടങ്ങളൊന്നുമില്ലാത്ത ഒരു പ്ലേറ്റിൽ ഇത്ര എഴുതണം. ഏതൊക്കെയാണ്? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. സലാമുൻ അലാ ഇബ്രാഹിം. സലാമുൻ അലാ മൂസ വഹാറൂൻ. സലാമുൻ അലാ ഇല്യാസീൻ. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇത്രയും ഒരു പ്ലേറ്റിൽ നിങ്ങൾ എഴുതണം. എഴുതിയിട്ട് അത് മായ്ച്ച് കുടിക്കണം. നാളെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെയ്താൽ പ്രതിഫലം വലുതാണ്. ചെയ്താൽ അല്ലാഹു ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു തആല കാത്തിരക്ഷിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കും. അല്ലാഹു തആല നിപ്പ വൈറസ് നമ്മുടെ മനസ്സിനെ വല്ലാത്ത ഒരു വേദനയിലേക്ക് കൊണ്ടുപോവുകയാണ്. പലരുടെയും മരണം കേൾക്കുമ്പോൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നാളത്തെ ദിവസം ദുരന്തങ്ങളിലേക്ക് കടന്നു പോകും. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മനസ്സിലായ ചെല്ലാനുള്ളത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് സൂറത്ത് യാസീൻ ഓതും. സൂറത്ത് യാസീൻ ഓതുമ്പോൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആ ഒരു ആയത്ത് വരുമ്പോൾ 313 പ്രാവശ്യം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിലുള്ള സഹോദരങ്ങളൊക്കെ ഒന്ന് ഒരു 10 പേര് പറയുകയാണ് എങ്കിൽ ഒരു 100 എണ്ണം നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഏതാണ്ട് 300ഓളം ആകും. ഒരു 10 പേര് ഇൻഷാ അല്ലാഹ് 10 പേര് അറിയിച്ച ഞാൻ എൻ്റെ കൂടെ ചെല്ലാൻ കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ്, ഷാഹുൽ അമീൻ എന്ന പിതാവ് പലരും കമൻറ്റ് അറിയാത്തതുണ്ട്, അവരൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളോടൊപ്പം ചെല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഒരു 10 പേരുണ്ട് എങ്കിൽ ഒരാൾ 10 എണ്ണം വെച്ചാകുമ്പോൾ തന്നെ 10 പേരാകുമ്പോൾ തന്നെ 100 എണ്ണം. ഒരാൾ 10 എണ്ണം വെച്ചാൽ അപ്പോൾ ഒരാൾ 100 എണ്ണം വെച്ചാകുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് 300 എണ്ണം കറക്റ്റാണ് കഴിയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ എന്നറിയിക്കും എൻ്റെ കൂടെ എന്നോടൊപ്പം. ഞാൻ അതെപ്പോഴാണ് യാസീൻ ഓതിയിട്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് വരുന്ന സമയത്താണ് നമുക്ക് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് 313 പ്രാവശ്യം ഓതേണ്ടത്. ഇതൊക്കെ നാളത്തെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ദുരന്തങ്ങൾ നാളെ ഈ ഭൂമിലോകത്തേക്ക് അല്ലാഹു ആപത്ത് മുസീബത്തുകൾ ഇറക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തുടങ്ങാം. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കഴിയുന്നവരൊക്കെ എന്നോടൊപ്പം അറിയിക്കും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇപ്പോൾ 7 കാര്യങ്ങൾ ഓതിയിട്ട് യാസീൻ ഓതിയിട്ട് യാസീൻ ഓതുന്നതിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 313 പ്രാവശ്യം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഓതുക. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ 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 റഹീം. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. سلام على نوح في العالمين. 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 سلام على نوح في العالمين.
سلام على إبراهيم 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 سلام على موسى وهارون 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 سلام على الياسين 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 سلام عليكم طبتم فادخلوها خالدين 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 سلام هي حتى مطلع الفجر 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 ഇൻഷാല്ലാ സൂറത്ത് യാസീൻ ഓതാ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി സൂറത്ത് യാസീൻ ഓതിക്കൊണ്ട് വരുന്നതിൻ്റെ ആ ഒരു ഇടയിലാണ് സലാമും കോലം റബ്ബിറഹിം ആയത്ത് വരുമ്പോൾ ഇൻഷാല്ലാ 313 പ്രാവശ്യം ഓതേണ്ടത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ ഈ ഭൂമിയിലേക്ക് ഇറക്കുന്ന അദാബുകളിൽ നിന്നുള്ള അള്ളാഹു താല നമ്മെ നമ്മുടെ കുടുംബത്തെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ലഖദ് ഹഖൽ ഖൗലു على كثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون والسماء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر واخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة يردني الرحمن بضج لا تغني عني شفاعتهم شيئا ولا ينقذون إني ذل في ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون
بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كما أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة وحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وأيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعموا إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم 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 سلام
سلام قولا من رب رحيم 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 وامتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد ضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم وما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون ولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون تقبل الله صدق الله مولانا العلي العظيم അള്ളാഹു താല സ്വീകരിക്കട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ കുടുംബത്തിൽ എന്തൊക്കെ ദുരന്തങ്ങൾ വരാൻ സാധ്യതയുണ്ടോ ഹബീബായ മുത്തറസൂലിൻ്റെ ഓതിയ യാസീൻ്റെ സലാം കോലമെ റബ്ബിർ റഹീം എന്ന ആയത്തിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു താല എല്ലാ പ്രശ്നങ്ങളെയും നമ്മളിൽ നിന്ന് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് അള്ളാഹു മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് സൂറത്ത് തൗബയുടെ ഒരു ആയത്ത് കൂടി ഇൻഷാല്ലാഹ് ഓതണം. അള്ളാഹു അത് കാവൽ തേടുന്ന ആയത്താണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൂടെ ഓതി ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നാം ഓതിയ സൂറത്ത് യാസീനിൻ്റെ പോരിശ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആ ദിക്റിൻ്റെ ആ ആയത്തിൻ്റെ പോരിശ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുരന്തങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള എല്ലാ അപകടങ്ങൾ, ആപത്തുകൾ, മുസീബത്തുകൾ എല്ലാത്തിൽ നിന്നും അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അല്ലാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഴിയുമെങ്കിൽ കഴിയുന്നവർ ഞാൻ ആദ്യം പറഞ്ഞ 7 കാര്യങ്ങൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ അലാ നൂഹ് എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അത് മായ്ച്ച് കുടിക്കുക. നാളെ സഫറിൻ്റെ അവസാനത്തെ ബുധൻ നാളെയാണ്. നാളെ ആകാശ ലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് അല്ലാഹു ആപത്ത് മുസീബത്തുകളൊക്കെ ഇറക്കുന്ന, 100 കണക്കിന് ആപത്ത് മുസീബത്തുകൾ ഇറക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. നാളത്തെ ദിവസം ഒരു നഹ്സ് എന്ന നിലയിലാണ്. അതുകൊണ്ട് നാളത്തെ ദിവസത്തിൽ നിങ്ങൾ ദുആകൾ കൊണ്ട് അധികരിപ്പിക്കുക, സ്വലാത്തുകൾ, ദിക്റുകൾ കൊണ്ട് അധികരിപ്പിക്കുക. അല്ലാഹു തആല എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും ഈ വിനീതനെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭർത്താക്കന്മാരെ, മക്കളെ, മാതാപിതാക്കളെ, ആരൊക്കെ കുടുംബത്തിലുണ്ടോ എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. നമുക്ക് ഇൻഷാല്ലാഹ് ദുആയിലേക്ക് പോകാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദിക്റുകൾ ചൊല്ലിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ഷാഹുൽ അമീദ് എന്ന പിതാവ് ചൊല്ലിയ 10,000-ഓളം വരുന്ന വ്യത്യസ്തമായ ദിക്റുകൾ അല്ലാഹു നീ സ്വീകരിക്കുക റബ്ബേ. അതിൻ്റെ പോരിശ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഖൈറും സന്തോഷം നൽകണേ അല്ലാഹ്. മനസ്സിന് ആശ്വാസം, ശരീരത്തിന് ആഫിയത്ത് നീ കൊടുക്കണേ റബ്ബേ. അല്ലാഹു പൊന്നു മക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു മാനസികമായ പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, ദുഃഖങ്ങളിൽ നിന്നൊക്കെ അവരെയും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ കാവലിലാക്കി നിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ അല്ലാഹു ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മുജീബ് റഹ്മാൻ എന്ന സഹോദരൻ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കട്ടെ. സീനത്തലി എന്ന മാതാവ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാഹ് ദുആയിലേക്ക് ഞാൻ പോവുകയാണ്. നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാല്ലാഹ് ആമീൻ പറയണം കേട്ടോ. നാളെ നിങ്ങൾ ദുആയിൽ എപ്പോഴും നിരന്തരമായിരിക്കണം. നാളത്തെ ദിവസം ഞാൻ അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നത്, നാളത്തെ ദിവസം വളരെ ഗൗരവത്തോടു കൂടി ദുആയിൽ മുഴുകുക. എപ്പോഴും ദുആ ദിക്റുകൾ കൊണ്ട് നാവിനെ അലങ്കരിക്കുക, സ്വലാത്തുകൾ കൊണ്ട്, സ്വലാത്തിൻ്റെ മന്ത്രധ്വനികൾ കൊണ്ട് നാവ് ജോലിയാവുക. അല്ലാഹു തആല നമ്മിൽ നിന്ന് എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ.
آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم نور الأنوار وسر الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وصحابه الأغيار عدد نعم الله وإفضاله يا أرحم الراحمين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداع القامع والوباء القاطع إنك مجيب سامع. وأن تصرف عنا الطاعون والوباء وتعصمنا من إنزال كهلك والوباء واحتجبنا بنورك من شر عدونا والشر الملعون ومن شر الوباء والطاعون. الله يرحم الرحيم ആയ നാഥാ കരുണയുള്ള റബ്ബേ കൃപയുള്ള അല്ലാഹ് സാധുക്കളായ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹേ ഞങ്ങൾ ഓതിയ സൂറത്തു യാസീൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ പടച്ച തമ്പുരാനെ ഹബീബായ മുത്ത് റസൂലിന്റെ റൗളയിലേക്ക് നീ അതെത്തിക്കണേ അല്ലാഹുവേ. പടച്ചവനെ ഓതി യാസീൻ അതിന്റെ മിസ്ൽ സവാബ് റൗളയിലേക്ക് എത്തിക്ക് റബ്ബേ. സ്വലാത്തുകൾ ചൊല്ലി ഉരുണ്ടൽ അമീൻ എന്ന സഹോദരൻ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ദിക്റുകൾ ചൊല്ലിയ ഷാഹുൽ അമീൻ എന്ന പിതാവ് നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാരെ ആരെല്ലാം ദിക്റുകൾ ചൊല്ലിയോ, ആരൊക്കെ സ്വലാത്തുകൾ ചൊല്ലിയോ, ആരൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ പാരായണം ചെയ്തു നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പരിപൂർണമായി സ്വീകരിച്ച റബ്ബേ, സഫറിന്റെ അവസാനത്തെ ബുധൻ നാളെയാണല്ലാ. നാളത്തെ ദിവസം നിന്റെ ആകാശ ലോകത്ത് നിന്ന് ആപത്ത് മുസീബത്തുകൾ ചൊരിയുന്ന ദിവസമാണെന്ന് അല്ലാഹുവേ നിന്റെ ആരിഫീങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ അല്ലാ. പടച്ചവനെ എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെയും പടച്ചവനെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെ സ്നേഹിച്ചവരെ സഹായിച്ചവരെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. പടച്ചവനെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഷരീഫ എന്ന സഹോദരി ചൊല്ലി 1500ഓളം വരുന്ന സ്വലാത്തുകൾ അല്ലാഹുവേ സൂറത്തുൽ ഇഖ്ലാസ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ അവിടെ ഭർത്താവിന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ. അല്ലാഹുവേ ചൊല്ലിയത് മുത്ത് റസൂലിന്റെ സ്വലാത്താണ്. അതിന്റെ പോരിശ കൊണ്ട് പടച്ചവനുടെ ഭർത്താവിന്റെ രോഗത്തിന് അത്ഭുതകരമായി നീ ശിഫ കൊടുക്കണേ അല്ലാഹ്.
പടച്ചവനെ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാരെയും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ലോകത്തിന്റെ പല കോണിലും ഇരുന്നുകൊണ്ട് യാസീൻ ഓതിയവരാണ് അല്ലാ, ദിക്റുകൾ ചൊല്ലിയവനാണ് റബ്ബേ, ദിക്റുകൾ ചൊല്ലിയവരാണ്, സ്വലാത്തുകൾ ചൊല്ലിയവരാണ്. നീ കബൂലാക്കണേ അല്ലാ. ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ മുജീബ് റഹ്മാൻ എന്ന സഹോദരനെ സ്വീകരിക്കല്ലാ. അദ്ദേഹത്തിന്റെ മാനസികമായ പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നീ ഐശ്വര്യം കൊടുക്കണേ അല്ലാ. ജീവിത മാർഗങ്ങളിൽ കച്ചവടങ്ങളിലൊക്കെ നീ പുരോഗതി കൊടുക്കല്ലാ. അദ്ദേഹത്തെ പോറ്റി വളർത്തിയ ഉപ്പ ഇന്ന് ഖബറിലാണ്, ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. ഭാര്യ മക്കളെ സ്വീകരിക്ക റബ്ബേ. സഹോദരിമാർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. കൊടുക്കണേ റബ്ബേ, കൊടുക്കണേ അല്ലാ. കൊടുത്തനുഗ്രഹിക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു പടച്ചവനെ തൻസിൽ എന്ന മുത്തഅല്ലിമിന് ദീർഘായുസ് കൊടുക്ക റബ്ബേ. നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ, ഓർമ്മശക്തി കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമകന്റെ മാതാപിതാക്കൾ അല്ലാഹു അവരുടെ മാതാപിതാക്കൾ എല്ലാവരെയും നീ സ്വർഗ്ഗത്തിൽ അഹ്ലുകാരാക്കണേ അല്ലാ. ദുനിയാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകണേ അല്ലാ. പടച്ചവനെ മരിക്കുന്നത് വരെ അല്ലാഹുവേ ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ടുന്ന അവസ്ഥ ഞങ്ങൾക്കും അവർക്കും നീ വരുത്തല്ലേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ ചുറ്റുമൂല ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികളുടെ ഖബറും നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആ ഖബറിന്റെ ആഴങ്ങളിൽ അല്ലാഹുവേ ഈ വിനീതനാഹാരം നൽകിയവരുണ്ട്, വസ്ത്രം നൽകിയവരുണ്ട്, സ്നേഹിച്ചവരുണ്ട്, പഠനകാലത്ത് സഹായിച്ചവരുണ്ട്. ഖബർ നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗീയ ആരാമമാക്കണേ തമ്പുരാനെ. അല്ലാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെല്ലാം സ്വീകരിക്ക റബ്ബേ. ഹലീമ എന്ന സഹോദരി അല്ലാഹു അവരുടെ മനസ്സിന്റെ എന്തെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ എല്ലാം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ആഗ്രഹങ്ങൾ നീ സഫലീകരിക്കണേ റബ്ബേ. അവരുടെ മക്കളെ നീ സ്വീകരിക്കല്ലാ. പടച്ചവനെ വിജയം കൊടുക്കു റബ്ബേ. തകർച്ചകളിൽ നിന്ന് കാക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം നീ സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാനെ. അവരുടെ സമ്പത്തിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. സാമ്പത്തിക സ്രോതസ്സിൽ വിജയം കൊടുക്കു റബ്ബേ. ഖൈറിന്റെ വാതിലുകൾ നീ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. റഫീഖ് എന്ന സഹോദരൻ അദ്ദേഹം അല്ലാഹുവേ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മക്കളിൽ ഭാര്യയിൽ കുടുംബത്തിലൊക്കെ നീ ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ദുരന്തങ്ങളിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ സുഹ്റാലിയാരെന്ന മാതാവിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ദീർഘായുസ് കൊടുക്ക റബ്ബേ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഐശ്വര്യം കൊടുക്ക റബ്ബേ. അവരുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാം ഉണ്ടോ എല്ലാം നന്നാക്കണേ അല്ലാ. പടച്ചവനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കെല്ലാം നീ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ജീവിച്ച് മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ശൈല എന്ന സഹോദരിയെ സ്വീകരിക്കണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരിയാണ്. അവർക്ക് ഞങ്ങൾക്കും നീ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. പടച്ചവനെ ജീവിക്കുമ്പോൾ ദീർഘായുസ്, മരിക്കുമ്പോൾ കൺമുമ്പിൽ സ്വർഗം കണ്ട് മരിക്കാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയും പാഴാക്കല്ലേ അല്ലാ. ഷിയാസ് എന്ന സഹോദരനെ സ്വീകരിക്ക റബ്ബേ. അദ്ദേഹത്തിന്റെ പിതാവ് അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവൻ ഇത് കണ്ടുകൊണ്ട് ക്ഷമയോടുകൂടി അല്ലാഹു മണിക്കൂറുകളോളം കാത്തിരുന്ന പാവങ്ങളാണ്. അതിന് പകരം സ്വർഗം കൊടുക്ക റബ്ബേ. അവരുടെ ശരീരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ അസുഖങ്ങളും നീ മജ്ലിസിന്റെ പോരിശ കൊണ്ട് നീ മാറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ സീനത്തലി എന്ന മാതാവ് നീ സ്വീകരിക്ക റബ്ബേ. അവരുടെ ശരീരത്തിന്റെ അകത്തും പുറത്തുമുള്ള മാരകമായ വൈറസുകൾ, രോഗത്തിന്റെ അണുബാധകൾ എല്ലാത്തിൽ നിന്നും നീ കാവൽ നൽകണേ അല്ലാ. പടച്ചവനെ അവരുടെ ഭർത്താവിന്റെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാ. ശരീരത്തിന്റെ അകത്തളങ്ങളിൽ എന്തെല്ലാം അണുബാധകൾ കടന്നു മുത്ത് റസൂലിന്റെ പോരിശ കൊണ്ട് അല്ലാഹുവേ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ കൊടുക്കണേ അല്ലാ. ഷാഫിയായ നാദാ, കാഫിയായ റബ്ബേ, ശിഫ നിന്റെ ഔദാര്യമായി നീ നൽകണേ തമ്പുരാനെ. വിദേശ രാജ്യത്ത് നിൽക്കുന്ന മകന്റെ ജോലിയിലും അഭിവൃദ്ധി കൊടുക്കല്ല, ഐശ്വര്യം കൊടുക്ക റബ്ബേ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്നെല്ലാം നീ കാക്കണേ റബ്ബേ. മാതാപിതാക്കൾക്ക് കൺകുളിർമയേകുന്ന മക്കളാക്കി ആൺമക്കളെയും പെൺമക്കളെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ പെൺകുട്ടിക്ക് അനുയോജ്യമായ ഇണയെ കൊടുത്ത് അനുഗ്രഹിക്ക റബ്ബേ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കല്ല. പഠനത്തിൽ നിൽക്കുന്ന അല്ലാഹുവേ പഠനത്തിൽ നിൽക്കുന്ന മകന് നീ ദീർഘായുസ് കൊടുക്ക റബ്ബേ. പഠനത്തിൽ പുരോഗതി കൊടുക്കല്ല. നല്ല ബുദ്ധിശക്തി കൊടുക്കണേ റബ്ബേ. നാടിനും വീടിനും ഉപയോഗപ്രദമായ മകനായി വളർന്നു വരാൻ, മക്കളായി വളർന്നു വരാൻ നീ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു പടച്ചവനെ ശരീഫ് എന്ന സഹോദരിയെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഒരാളെ നീ പാഴാക്കല്ലേ റബ്ബേ. മുജീബ് റഹ്മാനും സഹോദരനെ എല്ലാരെയും സ്വീകരിക്കു റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഖൈർ നൽകുക അല്ലാ. അല്ലാഹുവേ ജസ്നെ
എന്ന സഹോദരി അവരുടെ ജീവിത മാർഗങ്ങളിലെല്ലാം നീ വിശാലത കൊടുക്കു റബ്ബേ, സന്തോഷം നിറയ്ക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ പലരും പല ആവശ്യങ്ങളുമായി ദുആ വസിയത്ത് ചെയ്ത് സ്വീകരിക്കു റബ്ബേ. പടച്ചവനെ ഹലീമ എന്ന സഹോദരി അടക്കം പലരും അല്ലാഹുവേ നിപ്പ എന്ന വൈറസിന്റെ ആ ഒരു വേദനയെ കുറിച്ച് ഓർമ്മപ്പെടുത്തി റബ്ബേ. അതിൻ്റെതായ ഒരു വൈറസുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ അകത്തളങ്ങളിൽ എന്തെല്ലാം വൈറസുകൾ കടന്നു പോയിട്ടുണ്ടോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലാ. ക്യാൻസറിന്റെ അണുബാധകളുണ്ടോ ഞങ്ങൾക്കറിയില്ല റബ്ബേ. പടച്ചവനെ എന്തെങ്കിലും രോഗത്തിന്റെ അണുബാധകൾ പടച്ചവനെ വിനീതന്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെയോ സഹോദരിമാരുടെയോ സിദറത്ത് മുന്തഹ എന്ന ഈ പ്രാർത്ഥനാ മജ്‌ലിസിലുള്ള ഏതൊക്കെ സഹോദരങ്ങളുണ്ടോ സഹോദരിമാരുണ്ടോ അവരുടെ മക്കൾ എല്ലാവരെയും നീ എല്ലാവിധ വൈറസുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാക്കണേ, കാത്തു രക്ഷിക്കണേ റബ്ബേ. മറിയം എന്ന സഹോദരിയെ കാക്ക റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആഗ്രഹങ്ങളെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളും കബൂലാക്കി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ സഹോദരിമാരുടെ കുടുംബങ്ങൾ ആരെല്ലാം കബറിലാണോ കബർ നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ, സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ സ്വീകരിക്ക റബ്ബേ. നാളത്തെ അദാബുകളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാക്കണേ തമ്പുരാനെ. പടച്ചവനെ ആരെല്ലാം ദുആ വസിയത്ത് ചെയ്തോ എല്ലാവരെയും നീ സ്വീകരിക്ക റബ്ബേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്, നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഷാഹുൽ അമീൻ എന്ന പിതാവ് ചൊല്ലിയ 10,000 വരുന്ന സ്വലാത്തുകൾ ദിക്റുകൾ നീ സ്വീകരിക്ക റബ്ബേ. അതിൽ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാ, സുബ്ഹാനല്ലാഹ് റബ്ബേ, ലാ ഹൗലയുണ്ട് അല്ലാ, സ്വർഗ്ഗത്തിലെ നിധിയുണ്ട് റബ്ബേ. പടച്ചവനെ നിന്റെ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാ എല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ സെലീന എന്ന ഉമ്മ ചൊല്ലിയ 2000 വരുന്ന ദിക്റുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. 1500 വരുന്ന നിന്റെ മുത്ത് റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ 1300 വരുന്ന ലാ ഹൗല നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ സൂറത്തുൽ ഫാത്തിഹ 100 കണക്കിന് ചൊല്ലിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ 100 കണക്കിന് ചൊല്ലിയ സലാമും ഖൗലൻ മിർ റബ്ബിർ റഹീം നീ സ്വീകരിക്കണേ അല്ലാ. സൂറത്തുൽ ഇഖ്ലാസ് റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ നീ സൂറത്തു യാസീനും നീ സ്വീകരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ സൂറത്തു യാസീൻ അല്ലാഹുവേ എല്ലാം നീ കബൂലാക്ക് റബ്ബേ, ഒന്നും പാഴാക്കല്ലേ അല്ലാ. അവരെന്താഗ്രഹത്തോടെയാണോ അഭിലാഷത്തോടു കൂടിയാണോ ചൊല്ലിയത് അറിയുന്നവൻ നീയാണ് റബ്ബേ. മനസ്സിന്റെ ഉള്ളറകളിലുള്ള ചെറുതും വലുതുമായ മുഴുവൻ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കപ്പെടാൻ സെലീന എന്ന മാതാവ് ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ ഖുർആനിന്റെ ആയാത്തുകൾ ഒരു സബബാക്കണേ തമ്പുരാനെ. പടച്ചവനെ ആ കുടുംബത്തിൽ ഐശ്വര്യം കിട്ടാൻ നീ അതൊരു സബബാക്കണേ അല്ലാ. പടച്ചവനെ അവരുടെ മാതാപിതാക്കളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആ കുടുംബത്തിലുള്ള എല്ലാരെയും നീ സ്വീകരിക്ക റബ്ബേ. അവരുടെ മക്കൾക്കെല്ലാം ദീർഘായുസ് കൊടുക്ക റബ്ബേ, അവരുടെ മരുമക്കൾക്കെല്ലാം ദീർഘായുസ് കൊടുക്ക റബ്ബേ. കുഞ്ഞു മക്കളുണ്ട് അല്ലാഹുവേ, പെൺമക്കളെ നീ സ്വീകരിക്ക റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കല്ലാ, ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. അല്ലാഹു പടച്ചവനെ വിദേശ രാജ്യത്ത് നിൽക്കുന്ന അൻസാരി എന്ന പിതാവിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ജോലിയിൽ ഖൈർ കിട്ടാൻ ഈ സ്വലാത്തുകളും ദിക്റുകളും ഒരു സവാക്കണേ റബ്ബേ. പടച്ചവനെ നല്ല സ്പോൺസറിനെ നൽകണേ അല്ലാ. കുടുംബത്തിലുള്ള കടങ്ങളെല്ലാം അത്ഭുതകരമായി എത്രയും പെട്ടെന്ന് ഈ മജ്‌ലിസിന്റെ പോരിശ കൊണ്ട് ചൊല്ലിയ ദിക്റിന്റെ പോരിശ കൊണ്ടല്ലാ ഇതിലേതൊക്കെ പാവങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ മഹത്വം കൊണ്ട് എല്ലാ കടങ്ങളിൽ നിന്നും കരകയറ്റണേ അല്ലാ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാ കടബാധ്യതകളും നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ദീർഘായുസ് ഞങ്ങൾക്കെല്ലാം നൽകണേ അല്ലാ. പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരാളെയും പാഴാക്കല്ല റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ എന്തെല്ലാം നിയത്തുകളാണോ ആരെല്ലാം പറഞ്ഞതെല്ലാം നീ സ്വീകരിക്ക റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. ഇതിന്റെ അഡ്മിൻ പാനലുകളെ സ്വീകരിക്ക റബ്ബേ. വാട്സ്ആപ്പ് കൂട്ടായ്മയിലുള്ള സഹോദരങ്ങൾ സഹോദരിമാരെല്ലാരെയും നീ സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നീ കബൂലാക്ക റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.
വസല്ലി അലാ ജമീൽ അംബിയാഇൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസം 300 ഏതാണ്ട് 100 കണക്കിന് അദാബുകൾ, പരീക്ഷണങ്ങൾ, ആപത്ത്, മുസീബത്തുകളൊക്കെ നാളത്തെ ദിവസം ഇറങ്ങാൻ, ഈ ഭൂമിയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ദിവസമാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ദിക്റുകൾ, സ്വലാത്തുകൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക, റബ്ബിലേക്ക് ദുആ ചെയ്യുക. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബത്തെ, മക്കളെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. വിനീതനും വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. അള്ളാഹു നിപ്പ എന്ന വൈറസ് വീണ്ടും നമ്മുടെ മനസ്സിനൊരു മുറിവായി കടന്നു വരുമ്പോൾ അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മെ, നമ്മുടെ മക്കളെ എല്ലാവരെയും അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.